ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ഷൈജു കോട്ടക്കാവ്. ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചാത്തന്നൂർ ശ്രീ ഭൂതനാഥ ക്ഷേത്രം. അത് ചാത്തന്നൂർക്കാർക്ക് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ചാത്തന്നൂർക്കാർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ഭൂതനാഥ ക്ഷേത്രം. അപ്പൊ ഈ ഭൂതനാഥ ക്ഷേത്രത്തിലെ അത്തം മഹോത്സവം ഏപ്രിൽ 2-ാം തീയതി കുതിരയെടുപ്പോടു കൂടിയാണ്. ഇവിടെ വളരെ പ്രൗഢഗംഭീരമായ തിരുവുത്സവമാണ്. ആ ഉത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായി ഇന്ന് രാത്രി 12 മണിക്ക് ചന്ദ്രപൊങ്കാലയാണ്. ഒരു ദേശത്തിലെ മുഴുവൻ സ്ത്രീജനങ്ങളും ആബാലവൃദ്ധജനങ്ങളും ഈ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇവിടെ പൊങ്കാല സമർപ്പിക്കേണ്ട. ഈ ഭാഗത്തെല്ലാം അടുപ്പുകൾ ഇപ്പോൾ തന്നെ ആളുകൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ തൊട്ട് താഴെ ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്ര സന്നിധിയിൽ അവിടുന്ന് തുടങ്ങി ഈ പ്രദേശത്ത്, അതായത് ഈ ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന മുഴുവൻ ഭാഗങ്ങളിലും ഇന്ന് രാത്രി 12 മണിയോടുകൂടി അടുപ്പുകൾ നിരന്ന് പൊങ്കാല, ഇങ്ങനെ മൺകലങ്ങളിൽ പൊങ്കാല, ഓരോ നിവേദ്യങ്ങളാണ് സമർപ്പിക്കുന്നത്. ഓരോ ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന് അവരുടെ ആകുലതകളും സങ്കടങ്ങളും ഒക്കെ ഭൂതനാഥന്റെ തിരുസന്നിധിയിൽ എത്തി പറഞ്ഞ് ഇവിടെ 80 ദിവസമായിട്ട് തോറ്റമ്പാട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഉത്സവത്തിന് തൊട്ടു മുമ്പായി 9 ദിവസമായിട്ട് ദേവിയുടെ കീർത്തനങ്ങളൊക്കെ അടങ്ങുന്ന ആ ഒരു തോറ്റമ്പാട്ട് ഇന്ന് 80 ദിവസമായി നടന്നുകൊണ്ടിരുന്ന അത് 80ാമത്തെ ദിവസമാണെന്ന്. അപ്പൊ 80ാമത്തെ ദിവസം ഇന്ന് തോറ്റമ്പാട്ട് പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് പൊങ്കാലയാണ്. അപ്പൊ പൊങ്കാലയുടെ വിശേഷങ്ങൾ നമുക്ക് ടെമ്പിൾ വീഡിയോസിലൂടെ കാണാം. ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിലെ അത്തം തിരുനാൾ മഹോത്സവത്തിൻ്റെ ചന്ദ്രപ്പൊങ്കാലയ്ക്ക് മുന്നോടിയായി ഒരു പടുക്ക ഘോഷയാത്ര കണ്ടിട്ട് വീഡിയോ ഇട്ട് പോകാം. ശ്രീഭൂതനാഥൻ്റെ തിരുസന്നിധിയിലെ അത്തം തിരുനാൾ മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് ചന്ദ്രപ്പൊങ്കാലയ്ക്ക് തൂർത്തൊക്കെ വിൽക്കാനായിട്ട് ഒത്തിരി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതാ പടുക്ക ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 കുരുന്നുകൾ അവിടെ ആ കടന്നു വരുന്ന വഴിയിലെല്ലാം തന്നെ അവർ പൂക്കൾ വിരിച്ചുകൊണ്ട് അതിനെ വരവേൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 5 മണിയായി. ഇന്നായിരുന്നു എൻ്റെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം ക്ഷേത്രം പ്രസിഡൻറ്റും സെക്രട്ടറിയും ചേർന്ന് അത് നടത്തി. ഇപ്പോൾ ഏകദേശം സന്ധ്യയോടടുത്തു. ഇപ്പോൾ തന്നെ ജനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പതിവിലും വിപരീതമായി ഇത്തവണ ഒരുപാട് ഭക്തജന തിരക്കാണ് ഇന്നിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കയറുന്ന പ്രധാന കവാടത്തിൽ അതാണ് സംഭവം. അപ്പോൾ ക്ഷേത്രത്തിൽ ഇന്ന് സംഗീത സദസ്സ്, അതായത് അവിടെ തൊട്ടടുത്തുള്ള സംഗീത വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച കുട്ടികളുടെ ഗിറ്റാറും അതോടൊപ്പം തന്നെ വയലിനും വോക്കലും ഒക്കെയായി സംഗീത വിരുന്നാണ് ഇന്നിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതിമനോഹരമായിട്ടാണ് ഇത് ഒരുക്കുന്നത്. ഇന്ന് രാത്രി കൂടാതെ കഥകളിയുമുണ്ട്. ഇതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം 3 പ്രോഗ്രാമുകളാണുള്ളത് കേട്ടോ. നല്ല വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ. ഒട്ടനവധിയായ കച്ചവടക്കാരെന്ന് തന്നെ അതായത് കണ്ടില്ലേ, കച്ചവടക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതൊന്നും അല്ല, ഓരോ ദിവസങ്ങളിലും മനോഹരമായ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ്. ഇന്നിപ്പോൾ കഥകളി ദക്ഷയാഗമാണ് അവതരിപ്പിക്കുന്നത്. കൈമുദ്ര കൊണ്ട് കഥ പറയുന്ന കൈരളിയുടെ തനത് ക്ഷേത്രകലയാണ് കഥകളി എന്നത്. ഈ കഥകളി കാണുവാനും, അതായത് ഈ പൊങ്കാല സമർപ്പിക്കുന്ന സമയത്ത് കഥകളി എല്ലാ വർഷവും ഇവിടെ ഇതാക്കാറുണ്ടായിരുന്നു. അപ്പോൾ കഥകളി ഒരു പ്രാചീന കലാരൂപമാണ്. എല്ലാ ക്ഷേത്ര സന്നിധികളിലും അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. ഇപ്പോൾ ഏകദേശം അടുപ്പ് കത്തിക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പണ്ടാരടുപ്പിലേക്ക് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ഈ ഒരു ക്ഷേത്രവും പരിസരവും മൊത്തത്തിൽ എല്ലാവരുടെ അടുപ്പ് നിറയുകയാണ്. അപ്പോൾ കഥകളി തീരാറാവുന്നുണ്ട്. കഥകളി തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുപ്പ് കത്തിക്കുന്ന ആ ഒരു രംഗമാണ്. കഥകളി തീരാറാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയുള്ള കലാപകരണമാണ് ഇപ്പോൾ കഥകളിയുടെ ദക്ഷയാഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വളരെ മനോഹരമാണ് കേട്ടോ. അത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ് അവസാനത്തെ ഒരു ഭാഗം കഥകളി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ 2 കലാകാരന്മാരും 3 കലാകാരന്മാർ, ഒരാൾ പീഠത്തിന് മുകളിലാണ്, മറ്റു 2 പേര് ഇവിടെ കഥകളി നൃത്തം അവതരിപ്പിക്കുകയാണ്. ഓരോ കഥകളി ഇങ്ങനെ പാടുന്നതിനനുസരിച്ചാണ് ആ ഒരു കഥയുടെ സന്ദർഭം വളരെ മനോഹരമായി കണ്ണുകൊണ്ടും കൈകൊണ്ടും ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കലാരൂപം കഥകളി. ഇപ്പോൾ കഥകളി കാണാനും തന്നെ ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. സ്റ്റേജിൻ്റെ മുന്നിലൊക്കെ എൻ്റെ തൊട്ട് ബാക്കിലൊക്കെ അടുപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും
ഇത് കാണാൻ വേണ്ടി കുറച്ച് പേര് കുറച്ച് ആളുകൾ ഇത് കണ്ട് ആസ്വദിക്കാനായിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം 12 മണിയോട് അടുത്തപ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ചൂട്ടുകെട്ടുകളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കോശക്കാവിലെ നാരായണീയം ഭജൻസിൻ്റെ ടീം നാരായണീയ ദേവിയുടെ സ്തുതികൾ ഇങ്ങനെ പാടുന്ന ഒരു ചടങ്ങാണിത്. വളരെ മനോഹരമായിട്ട് ദേവീ സ്തുതികൾ ആലപിച്ചുകൊണ്ട് ആ ഒരു പൊങ്കാല സമയത്ത് ആളുകൾക്ക് ആ ഒരു ദേവിയുടെ സ്തുതികൾ ആലപിച്ചു കൊടുക്കുകയാണ് ഇവിടെ മനോഹരമായിട്ട് തന്നെ. അപ്പോൾ ഏകദേശം പണ്ടാര അടുപ്പ് തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇനി തിരക്കാണ്. അതായത് ഓരോരുത്തരുടെ അടുപ്പുകളിലേക്ക് ആ പൊങ്കാല സമർപ്പിക്കാനുള്ള ആ തിരി അങ്ങോട്ട് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ദേവിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭക്തജനങ്ങളും മൺകലങ്ങളിലും മറ്റ് കലങ്ങളിലും ഒക്കെയായി വളരെ മനോഹരമായ രീതിയിലുള്ള പൊങ്കാല സമർപ്പണം ചന്ദ്രപ്പൊങ്കാലയാണ്. ഇപ്പോൾ കറക്റ്റ് 12:25 ആയിട്ടുണ്ട്. ആ സമയത്താണ് ചന്ദ്രപ്പൊങ്കാല. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണയായിട്ട് പൊങ്കാല രാവിലെയാണ് സമർപ്പിക്കുന്നത്, സൂര്യനെ സാക്ഷിയാക്കിയാണ് പൊങ്കാല സമർപ്പിക്കുക. എന്നാൽ ചന്ദ്രപ്പൊങ്കാല സമർപ്പിക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. എല്ലാ വർഷവും വളരെ ഭക്തജനത്തിലേക്കാണ് ഇത് കണ്ടില്ലേ. ആ പൊങ്കാല കത്തിച്ച സമയത്ത് ആകാശ ദീപക്കാഴ്ചയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായ ആകാശ ദീപക്കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ ഒരു അവസ്ഥ കണ്ടില്ലേ, എല്ലാവരും അടുത്തടുത്താണ്. നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, നിങ്ങൾ എല്ലാവരുടെയും വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം, വളരെ സുരക്ഷിതമായിട്ട് നിന്ന് വേണം ഈ പൊങ്കാല സമർപ്പിച്ച് നിങ്ങൾ മടങ്ങിപ്പോകാനെന്ന് കൃത്യമായി ഓർമ്മപ്പെടുന്നുണ്ട്. എല്ലാ പൊങ്കാല കലങ്ങളും പാകമായി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പവിത്ര ജലം ഓരോ അടുപ്പുകളിലേക്ക് നിവേദിച്ചുകൊണ്ട് അത് പൂർണ്ണമായും ദേവിക്ക് സമർപ്പിതമാക്കുന്ന രീതിയിലാണ് ചന്ദ്രപ്പൊങ്കാല സമർപ്പിക്കുന്നത്. നാടിൻ്റെ ഈ ഒരു ചാത്തന്നൂർ ദേശത്ത് നിന്ന് മാത്രമല്ല, മറ്റു ദൂരദേശങ്ങളിൽ നിന്നും കുടുംബക്കാരും അല്ലാതെ ഉള്ളവർ എല്ലാവരും ചേർന്നാണ് ഈ ഒരു ചന്ദ്രപ്പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുന്നത്. പൊങ്കാല കലങ്ങളിലേക്ക് ഏകദേശം എല്ലാ പൊങ്കാല അടുപ്പുകളിലേക്കും തീ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ അങ്ങനെ അരി കഴുകിയിടുന്ന ചടങ്ങിലേക്കൊക്കെ പോവുകയാണ്. കുറച്ച് പേർക്കുള്ള പൊങ്കാല കലങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തൂവുന്നു കണ്ടില്ലേ, നിറഞ്ഞ് പുറത്തേക്ക് കവിയണം എന്നാണ് ഈ പൊങ്കാലയുടെ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചന്ദ്രപ്പൊങ്കാല എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി.